പാലക്കാട് ധോണിയിൽ വീണ്ടും കാട്ടാനിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ധോണി സ്വദേശി രാമകൃഷ്ണന്റെ കൃഷിയാണ് ഒറ്റയാൻ നശിപ്പിച്ചത്. പ്രസാദ് ഉടുമ്പിശ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഈ റിപ്പോർട്ടോടുകൂടി ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇനി കാണാം സ്പോട്ട്ലൈറ്റ്. നമസ്കാരം. ധോണി പാലച്ചോടിലാണ് ഇന്നലെ രാത്രി കാട്ടാന ഇറങ്ങിയിട്ടുള്ളത്. പാലച്ചോട് സ്വദേശിയായ രാമകൃഷ്ണന്റെ കൃഷിസ്ഥലം, അതിൽ നെല്ലും അതോടൊപ്പം തന്നെ വാഴ, കവുങ്ങ്, തെങ്ങ്, ഇത്രയും കൃഷി ഇന്നലെ രാത്രി ആന നശിപ്പിച്ചു പോയി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഏറെക്കാലത്തെ അധ്വാനമാണ് ഇപ്പോൾ ആന വന്ന് ചവിട്ടി നശിപ്പിച്ചിട്ടുള്ളത്. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ കൊയ്യാറായ പാടമായിരുന്നു. അവിടെ തൊഴിലാളികൾ, പൊങ്കലായതുകൊണ്ട് തന്നെ കൊയ്ത്ത് യന്ത്രം ഓടിക്കുന്ന തൊഴിലാളികൾ അവർ തമിഴ്നാട്ടിലേക്ക് പോയതാണ്. അവർ വന്നതിന് ശേഷം കൊയ്യാമെന്ന് കരുതിയായിരുന്നു ഈ പാടം കിടന്നിരുന്നത്. പക്ഷേ ഇന്നലെ രാത്രി കാട്ടാന വന്ന് അത് പൂർണ്ണമായും നശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഒരു തെങ്ങ് വലിച്ചിട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വാഴ, അതിൽ കൊലച്ചതും അതോടൊപ്പം തന്നെ കൊലയ്ക്കാറായതുമായ വാഴയുണ്ട്, കവുങ്ങുണ്ട്. അതെല്ലാം നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. നമ്മളോടൊപ്പം കർഷകനായ രാമകൃഷ്ണൻ തന്നെ ചേരുന്നുണ്ട്. ഇന്നലെ രാത്രി ഇത് എപ്പോഴായിരുന്നു സംഭവിച്ചത്? ഇന്നലെ രാത്രി 10 മണിക്ക് ശേഷമാണ് ആന വന്നിരിക്കുന്നത്. എന്നിട്ട് നേരം വെളുക്കുന്നവരെ നിന്നിട്ടുണ്ടാവും. ഞങ്ങൾ 10 മണിക്ക് ശേഷം ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് ചെയ്തത്. എന്തെല്ലാം നശിച്ചിട്ടുള്ളത്? പിന്നെ ഒരു 10-30 കവുങ്ങ്, അതുപോലെ തെങ്ങ് 8-9 തെങ്ങ്, വാഴ ഒരു 50ഓളം വാഴകൾ, കൊലച്ചതും കൊലയ്ക്കാറായതുമായ വാഴകൾ, പിന്നെ നെൽകൃഷി, ഇതാണ് നശിപ്പിച്ചത്. ഒരാഴ്ച കഴിഞ്ഞാൽ കൊയ്യാം. അതായത് ഇപ്പോൾ കൊയ്യുമായിരുന്നു. ഇപ്പോൾ കൊയ്യാൻ കൊയ്ത്ത് മെഷീനിൽ ഓടിക്കുന്ന ഡ്രൈവർമാർ തമിഴ്നാട്ടിൽ ഈ പൊങ്കലായിട്ടെല്ലാം പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കൊയ്യാതിരിക്കുന്നത്. പച്ചയാണെങ്കിലും കൊയ്യാന്ന് പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇവിടെ നിങ്ങൾ പാടത്തിൻ്റെ തൊട്ടപ്പുറത്ത് കൃഷി ചെയ്ത് കിടക്കുന്ന സ്ഥലമുണ്ട്. അവർ ഈ ആനശല്യം പേടിച്ചിട്ട് അവരാരും ചെയ്യാറില്ല. അവർ നമ്മൾ മുമ്പും കണ്ടിട്ടുള്ളതാണ്. അപ്പോഴൊക്കെ പറയുന്നത് ഞാൻ കൃഷി ഉപേക്ഷിക്കുന്നതാണ്. പക്ഷേ എങ്കിൽ പോലും ആ മണ്ണിനോടുള്ള ഒരു ആസക്തി കൊണ്ട് വന്ന് കൃഷി ചെയ്യണം. അതായത് നമുക്ക് വേറെ തൊഴിലില്ല ആണ് അദ്ദേഹം പറയുന്നത്. ഇത് ഇദ്ദേഹത്തിൻ്റെ മാത്രം അനുഭവമല്ല. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ നമ്മൾ നിരന്തരം റിപ്പോർട്ട് ചെയ്തതാണ്. വലിയ തോതിൽ ഈ ആനശല്യം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും RRT ഉൾപ്പെടെ ഇവിടെ വരാറുണ്ട്. പക്ഷേ അവരെല്ലാം തന്നെ അവരുടെ ആവശ്യമായ ജീവനക്കാരെ കൂടുതൽ പ്രവർത്തനം ഇവിടെ വേണ്ടിവരുന്നു എന്നുള്ളതാണ് ഒരു വലിയ പ്രതിസന്ധിയായി നേരിടുന്നത്. എന്തായാലും ആനശല്യം തടയാനുള്ള ശക്തമായ നടപടി വേണമെന്ന് തന്നെയാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ക്യാമറാമാൻ രമേശ് റാമിനൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് മലയാളം, പാലക്കാട്.